പിന്നെ അടിയൊക്കെ കുറവുണ്ട്. മറ്റെല്ലാവരും എടുത്തിട്ട് അടിക്കുമല്ലോ, അതുകൊണ്ട് അപ്പൊ അതിനകത്തൊക്കെ മാറ്റമുണ്ട്. മാറ്റമുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷൻ കയറി ചെന്ന് പരാതിയൊക്കെ പറയാൻ പരാതി പറയാൻ പറ്റുന്നു. പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തി. എത്തി. പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറയുമ്പോൾ പഴയ കാലം എന്ന് പറയുമ്പോൾ അവർ ഈ തെറി വിളിച്ചാണ് സംസാരം. ഇപ്പോഴങ്ങനെയല്ല, സൗമ്യമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. കാരണം ഞാൻ ഒന്ന് രണ്ട് നമ്മൾ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇടിമുറിയായിരുന്നില്ലേ, ഇപ്പം മാന്യമായ ആളുകൾക്ക് മാന്യമായ ആളുകളുമായി ബന്ധപ്പെടുന്നു, മാന്യമായ ഇടപെടൽ നടക്കുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ചില ഇതൊക്കെ ഉണ്ടാകും, അതൊരു വിഷയമൊന്നുമല്ല. എന്തായാലും ജനകീയ പോലീസാണ്, യാതൊരു സംശയം വേണ്ട കാര്യം. ഇല്ല, നേരത്തെക്കാട്ടി ഇപ്പോഴും നല്ല നടപടിയാണ്. അവർ ആൾക്കാരുടെയൊക്കെ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ ചെന്നാൽ അവരൊരു മര്യാദ ഇല്ലാത്ത രീതിയിലുള്ള സംസാരങ്ങൾ, തെറിയൊക്കെയാണ് വിളിക്കുന്നത്. ഇപ്പോഴങ്ങനെയല്ല, ഇപ്പോൾ സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ ചേട്ടാന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ മാറ്റമുണ്ട്, വളരെ മാറ്റമുണ്ട്. കുറ്റകൃത്യങ്ങളൊക്കെ തെളിയിക്കപ്പെടുന്നുണ്ടോ? അവരെ കൊണ്ട് കഴിയുന്ന അവർ തെളിയിപ്പിക്കുക തന്നെയല്ലേ. നമ്മളിപ്പം പത്രത്തിലൊക്കെ ഓരോരോ ന്യൂസുകൾ കാണാനില്ലേ. അപ്പോൾ അവരെ കൊണ്ട് ഇപ്പം പുതിയതായിട്ടുള്ള പോലീസുകാരെല്ലാം നല്ല നടപടികളൊക്കെയാണ് ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലാം. പണ്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നടയിൽ ചെന്ന് പാറാവ് നിൽക്കുന്ന ആളുടെയൊക്കെ കേൾക്കണം, അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് ചോദിക്കേണ്ടത് എന്താണ് ചേട്ടാന്ന്. ചേട്ടാന്നാണ് അവരെല്ലാവരെയും വിളിക്കുന്നത്, അല്ല എടാ പോടാന്നൊന്നുമല്ല. പണ്ടങ്ങനെയല്ല. എൻ്റെ കൊച്ചുനാളിലെ 10-20 വർഷത്തിന് 30 വർഷത്തിന് മുമ്പേ അവർ തെറിയൊക്കെയാണ് വിളിക്കുന്നത്. ചെന്നാൽ അതിൻ്റെ അകത്ത് കയറാനേ പേടിയാണ്. അങ്ങനെയുള്ളൊരു ഇതൊന്നുമല്ല. നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അവരിങ്ങോട്ട് നമ്മളുടെയൊക്കെ കേൾക്കാം, എന്ത് കാര്യം എന്താണ്, അവർ ഓരോരോ കാര്യങ്ങൾ നമ്മളുടെയൊക്കെ പറയുന്നത്, എന്താണ് ആവശ്യമുണ്ട്, ആളിനെ കാണേണ്ട, ഇന്നാരെ കാണണമെന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് കാണിച്ചു തരും. നമ്മളെ കാര്യങ്ങൾ പരിഗണിക്കും. പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറയുമ്പോൾ പഴയ കാലം എന്ന് പറയുമ്പോൾ അവർ ഈ തെറി വിളിച്ചാണ് സംസാരം. ഇപ്പോഴങ്ങനെയല്ല, സൗമ്യമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. കാരണം ഞാൻ ഒന്ന് രണ്ട് നമ്മൾ പോയിട്ടുണ്ട്. ആദ്യകാലം മുതലേ അറിയാം. 10-40 വർഷത്തിന് മുമ്പേ സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്. പഴയ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാരേജിലാണ്, ട്രാൻസ്പോർട്ട് കാരേജിൻ്റെ എവിടെയാണ് പണ്ട് സ്റ്റേഷനിൽ ഇരുന്നത്. ആ കാലഘട്ടം മുതലേ കയറിയിട്ടുണ്ട്. ചെന്ന് കയറി കഴിഞ്ഞാൽ അവർ ആദ്യം തെറിയാണ് വിളിച്ചിട്ടാണ് കേൾക്കേണ്ടത് എന്താണെന്ന്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം ചെല്ലുമ്പോൾ ഒരു സൗമ്യമായിട്ട് ചേട്ടാന്ന് തന്നെ വിളിക്കുന്നത്. നല്ല പെരുമാറ്റമാണോ അതോ മോശം പെരുമാറ്റമാണോ? നല്ല പെരുമാറ്റമാണ്. പേഴ്സണലായിട്ട് എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പക്ഷേ പലരും പറയുന്ന കേട്ടിട്ട് മുമ്പുള്ളവരാണെങ്കിൽ ചിലപ്പോൾ കാര്യം അറിയാതെ പെട്ടെന്ന് പ്രതികരിക്കുന്നവരായിരിക്കും. പക്ഷെ ഇപ്പം വിളിച്ചിരുത്തി അത് കാര്യം എന്താണെന്ന് രണ്ട് സൈഡും കേൾക്കാനുള്ള മനസ്സ് കാണിക്കുന്നതായിട്ട് തോന്നാറുണ്ട്, പലരും പറയുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ട്. അങ്ങനെയാണ്. പൊതുവെ സ്ത്രീകൾക്ക് പോലീസുകാരോട് ഇടപെടാൻ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ടൊന്നും ചെല്ലാനും ഒക്കെ പേടി കാണും. ഇപ്പം ഇന്നത്തെ കാലത്ത് ഇതിന് മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം വന്നിട്ടുണ്ട്. കാരണം അവിടെ എപ്പോഴും നമുക്കൊരു ഫീമെയിൽ അവൈലബിൾ ആയിരിക്കും, ഫീമെയിൽ ഓഫീസർ. പിന്നെ നമുക്ക് ഒന്നെന്ന് പറയുമ്പോൾ നേരത്തെ ഒരു റഫ് ആൻഡ് ടഫ് ആയിരുന്നു. പിന്നെ പക്ഷെ ഇപ്പം വന്നിട്ട് പൊതുവേ നല്ല രീതിയിലാണ് പെരുമാറ്റം എന്നാണ്. എന്ന് വെച്ചാൽ നമുക്ക് കയറി ചെല്ലുന്നതും കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് അല്ല, മറ്റേ ഒരു അധികാരത്തിൻ്റെ രീതിയിലോ പവറോ അങ്ങനെയല്ല, എന്താണ് നമ്മൾ പറയേണ്ടതെന്ന് കേട്ടിട്ടായിരിക്കും അവർ പ്രതികരിക്കുന്നത്. തോന്നുന്നു. എന്തൊക്കെയാ തോന്നുന്നേ? എന്തെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും അതൊക്കെ ഇപ്പം കേൾക്കുന്നു. പിന്നെ അടിയൊക്കെ കുറവുണ്ട്. മറ്റെല്ലാവരും എടുത്തിട്ട് അടിക്കുമല്ലോ, അതുകൊണ്ട് അപ്പൊ അതിനകത്തൊക്കെ മാറ്റമുണ്ട്. മാറ്റമുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷൻ കയറി ചെന്ന് പരാതിയൊക്കെ പറയാൻ പരാതി പറയാൻ പറ്റുന്നു. പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തി. എത്തി. പോലീസ് സ്റ്റേഷനൊക്കെ സൗഹാർദ്ദപരമായിട്ട് മാറി. ഒരുപാട് മാറ്റമുണ്ട്. അതുപോലെ മുൻപൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റവാളിയെ കണ്ടുപിടിക്കണമെങ്കിലൊക്കെ മാസങ്ങൾ നീണ്ട അന്വേഷണം, അതിനൊടുവിൽ ഇപ്പം വളരെ പെട്ടെന്ന് അത് നടന്നു വരികയാണ്. ആണ് നമുക്കുള്ള പോലീസിനൊപ്പം മാറ്റമുണ്ട്. 10 വർഷം മാറ്റമുണ്ട്, ഒരുപാട് മാറ്റമുണ്ട്. ശരി ശരി. പോലീസിന് 10 വർഷം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ, എന്തെങ്കിലും മാറ്റങ്ങൾ? പോലീസിൽ നല്ല മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ജനമൈത്രിയായിട്ട് ജനങ്ങളുമായിട്ട് നല്ല സമ്പർക്കത്തിലാണ്, ജനങ്ങളുമായിട്ട് നല്ല ഇടപഴകി നല്ല കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ കുറ്റവാളികളെ പെട്ടെന്ന് പിടിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോ ഈ ഒരു 10 വർഷത്തിനിടെ ഒരുപാട് പ്രമുഖന്മാരെ പോലീസ് പിടികൂടിയിട്ടില്ലേ? അത് നല്ലതാണ്. അങ്ങനെ ആയിരിക്കണം പോലീസ് എപ്പോഴും. നമ്മൾ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണം, അതായിരിക്കണം പോലീസ്. അല്ലാതെ സ്വാധീനത്തിൻ്റെ പുറത്ത് ആരെയും വെറുതെ വിടാൻ പാടില്ല. കുറ്റവാളികൾ എപ്പോഴും ശിക്ഷിക്കപ്പെടണം. അതിന് മുഖം നോക്കാതെ തന്നെയാണ് പോലീസ് ഇടപെടേണ്ടത്. ഈ 10 വർഷത്തിനിടയിൽ അങ്ങനെ പോലീസ് മാറിയിട്ടുണ്ട്, തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. ശരി. പോലീസ് രംഗത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ അതോ പെരുമാറ്റത്തിന് മാറ്റമുണ്ട്, എന്നാലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ കുറെ ഉണ്ടാവാറുണ്ട്. സോഷ്യൽ മീഡിയസിലൊക്കെ കാണാറുണ്ടല്ലോ. ഈ 10 വർഷത്തിനിടെ കാര്യങ്ങൾ നോക്കുമ്പോഴേ കുറെ ഉന്നതന്മാരെ, അതായത് ദിലീപിന്റെ കേസാണെങ്കിലും മോൻസൺ മാവുങ്കൽ
അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളെ ജയിലിലടയ്ക്കാനൊക്കെ പോലീസ് ഇടപെട്ടിട്ടുണ്ട്. എന്നാലും പോലീസിനെ സ്വതന്ത്രമായിട്ട് വിട്ടു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ഇടപെടുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകൾ അവരുടെ അകത്ത് ഉണ്ടാകാറുണ്ട്. പോലീസ് സ്റ്റേഷനുകൾ ജനസൗഹൃദമാണോ അതോ അത് ഏറെക്കുറെ ഇപ്പോൾ അങ്ങനെ ആയി വരും. സംശയം എന്താ കാര്യത്തിൽ? അല്ലെങ്കിൽ ഇടിമുറിയായിരുന്നില്ലേ? ഇപ്പം മാന്യമായ ആളുകൾക്ക് മാന്യമായ ആളുകളുമായി ബന്ധപ്പെടുന്നു, മാന്യമായ ഇടപെടൽ നടക്കുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാകും. അതൊരു വിഷയമൊന്നുമല്ല. എന്തായാലും ജനകീയ പോലീസാണ്, യാതൊരു സംശയം വേണ്ട കാര്യത്തിൽ. മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെരുമാറ്റത്തിൽ ഒരുപാട് മോശം പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ട്, നല്ല പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ പോലീസുകാരെയും ഒരുമിച്ച് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ചില മോശം പോലീസുകാരുണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ മീഡിയ വഴി ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. നർക്കോട്ടിക്കിൽ നല്ലതായിട്ട് കഞ്ചാവായാലും MDMA ആയാലും നന്നായിട്ട് പിടിക്കുന്നുണ്ട്. അത് നല്ലത് തന്നെയാണ്, സമൂഹത്തിന് നല്ലതല്ലേ. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ഒരിക്കലും അങ്ങനെ പേടിച്ചു പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ സ്റ്റേഷൻ നമുക്ക് എപ്പോഴും കയറി ചെല്ലാം. അത് ഇപ്പോഴ് ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ അവർ റിസിപ്റ്റ് കൊടുക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പത്രത്തിലൊക്കെ വാർത്ത ഉണ്ടായിരുന്നു. പിന്നെ പൊതുവേ കേരള പോലീസ് വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ ചില പ്രശ്നങ്ങൾ സാധാരണ ഉള്ളതുപോലെ എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ വരുന്നുണ്ട്. അത് എവിടെയും അത് പറയാനുള്ള സാധ്യത ഉണ്ട്. മാറ്റങ്ങളുണ്ട്. കേരള പോലീസ് സ്റ്റേഷന് വളരെ മാറ്റങ്ങളുണ്ട്. പോലീസിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ഈ 10 വർഷത്തെ ഭരണത്തിന് കീഴിൽ കേരള പോലീസിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഒരുപാട് മാറ്റമുണ്ട്. എന്തൊക്കെയാ? ഇപ്പം നമുക്ക് സുരക്ഷിതയാണ്. എവിടെ ഇറങ്ങാനും എന്തിനും പോകാനും വരാനും ഒക്കെ നല്ല സുരക്ഷിതമാണ്. മറ്റേതെന്ന് വെച്ചാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇറങ്ങി നടക്കാം എന്നുള്ള. രാത്രിയിലൊക്കെ ആണെങ്കിലും ഓക്കെ, രാത്രിയെല്ലാം നല്ല സേഫാണ്. എന്തുണ്ടെങ്കിലും ഇടപെടാനും ഒക്കെ പോലീസുകാർ നമുക്ക് സപ്പോർട്ട് ചെയ്യും. ഒക്കെ വന്നാൽ കംപ്ലൈന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനൊക്കെ പെട്ടെന്ന് എല്ലാത്തിനും പെട്ടെന്ന് നമുക്ക് അതിനുള്ള നടപടി എടുക്കും. നമുക്ക് എന്തുണ്ടെങ്കിലും അവർ പെട്ടെന്ന് വരുന്നുണ്ട്, നമുക്ക് അതിനുള്ള നടപടി എടുക്കുന്നുണ്ട്. സ്ത്രീകൾക്കും ധൈര്യമായിട്ട് കയറി ചെല്ലാം. തീർച്ചയായിട്ടും.